ഹായ് ഫ്രണ്ട്സ്, PK ലേണിംഗ്സ് ഡെയിലി കറണ്ട് അഫെയറിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്തിടെ അന്തരിച്ച 2 ഒളിമ്പിക്സുകളിൽ നിന്നായി 10 മെഡലുകൾ നേടിയിട്ടുള്ള ജാപ്പനീസ് ജിംനാസ്റ്റിക് ഇതിഹാസം ആരാണ്? അക്കിനോരി നക്കയാമ. വിരമിക്കൽ പിൻവലിച്ച് അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് തിരിച്ചെത്തിയ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം ആരാണ്? സുനിൽ ഛേത്രി. ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച റെയ്സീന ഡയലോഗ് നടന്നത് എവിടെയാണ്? ഡൽഹി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നൽകുന്ന 7 കോടി രൂപയുടെ ഫസ്റ്റ് ഇൻ ദി വേൾഡ് ചാലഞ്ച് ഗ്രാന്റ് അർഹനായത് ആരാണ്? ഡോക്ടർ ഗൗതം ചന്ദ്ര. മഹാത്മാഗാന്ധി സർവകലാശാല ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ബയോമെഡിക്കൽ റിസർച്ചിലെ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടന്നിരുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും അടക്കം എത്ര പേരാണ് ക്രൂ 9 പേടകത്തിൽ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്? 4 പേർ. നിക് ഹേഗ്, അലക്സാണ്ടർ ഉർബുനേവ് എന്നിവരാണ് സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനുമൊപ്പം തിരിച്ചെത്തിയത്. കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പ്രൊഫസർ സിദ്ദു പി അൽഗർ. ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ആദ്യ മൊഡ്യൂൾ പൂർത്തിയാകുന്നത് എപ്പോഴാണ്? 2028.